അപ്പം മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിയോമൻ സുക്കൂണയുടെ ഈവൻറ്റ് കംപ്ലീറ്റിംഗ് ആണ്. അതേതായാലും നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. നേരത്തെ പ്രൈം 7ഉം 8ഉം ഉള്ളവർക്ക് എയർലി ആക്സസ് ആയി വന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു 10 ടോക്കൺ കിട്ടുന്നുണ്ട് ആ ലക്കി റോയിൽ സ്പിൻ ചെയ്യാൻ വേണ്ടി. അതിവിടെയാണ് ഡെയിലി ടാസ്കിൽ നോക്കിയാൽ കിട്ടും ഇന്ന് രാവിലെ. അത് 14 CSO BR കളിച്ച് കഴിയുമ്പോഴാണ് വരുന്നത്. നമുക്ക് ടാസ്ക് നേരത്തെ വന്നായിരുന്നു, അത് നമ്മൾ അപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇതാണ് ബണ്ടിൽ വരുന്നത്. ടോക്കൺ ഇതാണ് ടോക്കൺ, 10 ടോക്കൺ. പിന്നെ ഒരു ഫ്രീ സ്പിന്നും ഉണ്ട്. അപ്പോൾ 11 സ്പിൻ ഫ്രീ ആയിട്ടുണ്ട്. ഇതാണ് ബണ്ടിൽ. നല്ല രീതിയിൽ തന്നെ നല്ല രസമുള്ള ബണ്ടിലാണ് കാണാൻ. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കറക്കാം. അതുപോലെ തന്നെ എത്ര ഡയമണ്ട് പൊട്ടുമെന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഫ്രീ സ്പിൻ ചെയ്ത് നോക്കാം. ഫ്രീ സ്പിന്ന് നമുക്ക് 1 ടോക്കണാണ് കിട്ടിയത്. പിന്നെ നമ്മൾ 5 സ്പിൻ ടോക്കൺ വെച്ച് കൊടുത്ത് അത് 5 ടോക്കൺ കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ഗണ്ണൊന്ന് മാറ്റി നോക്കാം. ഫ്ലെയിമിങ് കമ്പിട്ടായിരിക്കുന്നത്. നമുക്കൊന്ന് ക്യാരക്ടറിനെയും കൂടി ഒന്ന് മാറ്റി നോക്കാം. ഇനി നമുക്കൊന്ന് 5 ടോക്കൺ കൊടുത്തൊന്ന് ചെയ്ത് നോക്കാം. 8 ടോക്കണാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇനിയത്തെ സ്പിൻ നമുക്ക് 45 ഡയമണ്ട് പറ്റും. 90 ഡയമണ്ടിൻ്റെയാണ് 50% ഓഫ് ഉണ്ടാകുന്നത്. അത് നമുക്ക് മൊത്തം 16 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഒരു 10 ടോക്കൺ അല്ലാതെ കയറി വന്നു. ഇതേലും അങ്ങനെയാണ് ഗൈസ്, 16 ടോക്കൺ. പിന്നെ ഫുൾ ഒന്നാണ് കിട്ടിയത്. വോയിസ് പാക്ക് 2 തവണ അടിക്കുകയാണ്. 20 ടോക്കൺ അന്ന് കിട്ടും. നമുക്കൊന്ന് ക്യാരക്ടറിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി നോക്കാം. ഒന്നുകൂടെ ഒന്ന് കറക്കി നോക്കാം. നമുക്ക് 7 ടോക്കണാണ് കിട്ടിയത്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് 90 ടോക്കൺ ആയിട്ടുണ്ട്. ഒരു 400 ഡയമണ്ട് 500 ഡയമണ്ട് സ്പിൻ ചെയ്തപ്പം ഏതാണ്ട് 100 ടോക്കൺ കിട്ടി. 500 ഡയമണ്ട്. അപ്പോൾ ഒരു 1000-1500 ഡയമണ്ട് കിട്ടുമായിരിക്കും ബണ്ടിൽ. നമുക്ക് നോക്കാം. എന്തായാലും 200 ടോക്കണല്ലേ വേണ്ട. ബണ്ടിൽ എക്സ്ചേഞ്ച് 200 ടോക്കണാണ് വേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടുവാണ് ലാഭമായിരുന്നു. ഡയറക്റ്റ് അടിക്കുകയാണ് നല്ല ലാഭം. അത് വെച്ച് നമുക്ക് വേണം ഗ്രോസ ഒന്നുകൂടെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാമായിരുന്നു. നമ്മളെന്തായാലും ഗ്രോസ ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്പിൻ ചെയ്യാൻ നോക്കുന്നുള്ളൂ. നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഈവൻറ്റ് വരാനുണ്ട്. ഒരു സുക്കൂണയുടെ ഒരു അറൈവൽ ആനിമേഷൻ വരാനുണ്ട്. പിന്നെ ഒരു മിസ്റ്ററി ഷോപ്പ് വരും എന്നാണ് കേൾക്കുന്നത്. ലാസ്റ്റ് 30-ന് എന്തോ ആണ്, ജനുവരി 30-നാണ് പറയുന്നത്. മിസ്റ്ററി ഷോപ്പ് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞ് നമുക്ക് ഡയമണ്ട് മിച്ചമുണ്ട്. നമ്മൾ ഈ ഗ്രോസ സ്പിൻ ചെയ്യുന്നതാണ്. നമുക്ക് ഏതായാലും ക്യാരക്ടർ ഒന്നുകൂടെ ഒന്ന് മാറ്റി നോക്കാം. ഇവിടെ നമ്മൾ സ്പിൻ ചെയ്യാൻ നേരം പിന്നെ 5 ടോക്കണാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 150 ടോക്കൺ ആയിട്ടുണ്ട് ഓൾറെഡി. ഏതാണ്ട് 1000 ഡയമണ്ട് പൊട്ടിയപ്പം 150 ടോക്കണായി. ഒന്നുകൂടെ ഒന്ന് ക്യാരക്ടറിനെ മാറ്റി നോക്കാം. ഇതെപ്പോഴും വർക്കാവണമെന്നില്ല. ക്യാരക്ടറിനെ മാറ്റാൻ നേരം കിട്ടുന്നത് ചിലപ്പോൾ കിട്ടുള്ളൂ. ഇങ്ങനെ ഞാൻ മാറ്റി ആ എക്സമേറ്റിൻ്റെ ഈവൻറ്റ് കറക്കിയപ്പോൾ എനിക്ക് 2 ഗണ്ണ് അടിച്ചാണ് ഡയറക്റ്റ് മറ്റേ
മെയിനായിട്ടുള്ള എക്സമേറ്റും അതുപോലെ തന്നെ മാക്ടൻ്റെ ഒരു സ്കിന്നും ബ്ലാക്ക് കളറുള്ള സ്കിന്നൂടെ അടിച്ചായിരുന്നു. നമുക്ക് ഏതായാലും ഒന്ന് ഗ്രോസ് കറക്കി നോക്കാം. അതേ 9 ടോക്കൺ കിട്ടി. 10 ടോക്കൺ കിട്ടി. എനിക്ക് തോന്നുന്നു ഈ ഗ്രോസ് കറക്കുന്ന ഇച്ചിരിയുടെ ലാഭമെന്ന് തോന്നുന്നു. നമ്മളിത് കറക്കിയത് ഡയറക്റ്റ് അടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കറക്കിയത്. അതുപോലെ തന്നെ വോയിസ് പാക്ക് 2 തവണ അടിച്ചാൽ 20 ടോക്കണും കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് കറക്കിയത്. ഏതായാലും ടോക്കൺ നമുക്കായിട്ടുണ്ട് 200 ടോക്കൺ. നമുക്ക് ഏതായാലും എക്സ്ചേഞ്ച് ചെയ്താൽ വെക്കാം. ഗ്രോസ് കറക്കിയാൽ അത് കുറേ ടോക്കൺ കൂടുതലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ടോക്കൺ കുറേ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് വന്നിട്ടുണ്ട് ബണ്ടിൽ വരുന്നത്. നമ്മളേതായാലും അത് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തു. ഇക്വിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാരക്ടർ പഴയ ക്യാരക്ടർ തന്നെ ഇട്ടേക്കാം. ഇനി ബണ്ടിൽ ഒന്ന് ഇക്വിപ്പ് ചെയ്യാം. 2 ലുക്കുണ്ട്. എനിക്കതായാലും ഇഷ്ടപ്പെട്ടു. നല്ല ബണ്ടിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.